നമ്മുടെ മുമ്പിൽ ജീവിതം ഓരോരോ പ്രോബ്ലംസിന് എങ്ങനെ തന്നുകൊണ്ടിരിക്കും. ഈ പ്രോബ്ലംസിനെയൊക്കെ നമ്മളൊരു ഗെയിംസ് ആയിട്ട് പരിവർത്തനം ചെയ്യാണ് വേണ്ടത്. അപ്പോഴാണ് നമുക്കെപ്പോൾ ഈ ഫ്ലോ സ്റ്റേറ്റ്, നമ്മളല്ലേ കുട്ടികളൊക്കെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തൊരു ഫ്ലോ സ്റ്റേറ്റിലാണ് അവർ കളിച്ചുകൊണ്ടിരിക്കുക. പഠിക്കാൻ മോശമാണെന്നൊക്കെ പറയുന്ന കുട്ടികളുടെ യഥാർത്ഥമായിട്ടുള്ള അവരുടെ ഈ ഫ്ലോ സ്റ്റേറ്റിലേക്ക് എൻട്രി ചെയ്യുന്നത് കാണുമെങ്കിൽ അവർ ഗെയിം കളിക്കുമ്പോൾ മുമ്പ് പോയിരുന്നാൽ മതി. ഒരുപാട് ജയിലിലൊക്കെ ഉള്ള ആൾക്കാർക്ക് മോചിതരായ സമയത്ത് അതിൻ്റെ ഉള്ളിൽ ഗെയിമൊക്കെ കളിച്ച് അവർക്ക് പല പോയംസൊക്കെ മെമ്മറൈസ് ചെയ്യുന്ന സ്കില്ല് ഉണ്ടാക്കിയെടുക്കുകയും അവർ പുറത്തിറങ്ങിയപ്പോൾ അതിലൊക്കെ വളരെ എക്സ്പേർട്ടായത് കണ്ടിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിലെല്ലാം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പക്ഷേ എങ്ങോട്ട് എന്തിലേക്ക് ശ്രദ്ധ ചെലുത്തണം എന്നുള്ളത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്ക് നമ്മളെ ശ്രദ്ധ കൊണ്ടുപോകുമ്പോഴാണ് നമ്മളെന്താക്കും, നമ്മൾ ഈ ഫ്ലോ സ്റ്റേറ്റിലേക്കും അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഗെയിമും എൻ്റർടൈൻമെൻറ്റും ഡീപ്പ് എൻജോയ്മെൻറ്റുമായിട്ട് മാറുക. ഇപ്പം നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്, ഒരു വീഡിയോ ഗെയിം പോലെയാണ്. പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ലെവലാണ്. ഇവിടെ ഇത് കളിക്കുന്ന പ്ലെയർ ആരാണ്? അത് നമ്മൾ ഓരോരുത്തരുമാണ്.